വാപ്പാവാൻ വലിയ പണിയൊന്നുമില്ല, രക്ഷിതാവാൻ കുറച്ച് പണിയാണ്. ഇപ്പൊ ഗൾഫിലേക്ക് പോകേണ്ടി വരും പലർക്കും. സാഹചര്യം കൊണ്ട് ഗൾഫിലേക്ക് പോകും, ബാംഗ്ലൂരിലേക്ക് പോകും, ചെന്നൈയിലേക്ക് പോകും. ആ സമയത്ത് നമ്മൾ എന്ത് വേണം? 15, 16, 18 വയസ്സുള്ള മക്കളുണ്ട് വീട്ടിൽ. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ എന്നും കരുതിയിട്ട് അന്തം മുട്ട് ധൈര്യസമേതം നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ജ്യേഷ്ഠനെ വിളിക്കണം, കുട്ടിയുടെ മൂത്താപ്പാനെ വിളിക്കണം, അല്ലെ മൂത്താപ്പാന്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ട് പോവണം. എന്നിട്ട് കുട്ടിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇവനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കാനും തിരുത്താനും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് സ്വന്തം ജ്യേഷ്ഠനെ ഭരമേൽപ്പിക്കണം. കുട്ടിയോട് പറയണം, ഇതെന്റെ ജ്യേഷ്ഠനാണ്, നിന്റെ മൂത്താപ്പയാണ്. ഞാനില്ലാത്ത സ്ഥലത്ത് മൗലികമായ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും മൂത്താപ്പയോട് അന്വേഷിക്കണം. വൈകുന്നേരം 6 മണിയാകുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, അല്ലെങ്കിൽ മൂത്താപ്പ നോക്കും, മൂത്താപ്പ പറയും. വല്യപ്പനെ ഏൽപ്പിക്കണം, അനുജനെ ഏൽപ്പിക്കണം. ഇടക്കിടക്ക് അവരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും ജ്യേഷ്ഠനെ വിളിക്കണം, അനുജനെ വിളിക്കണം, നമ്മുടെ വാപ്പാനെ വിളിക്കണം. നിങ്ങൾ ശുക്കൂറിന്റെ കാര്യം ശ്രദ്ധിക്കലില്ലേന്ന് ചോദിക്കണം. വാപ്പാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കണം. ഉമ്മാക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ഉമ്മാനോട് ചോദിക്കണം. കുട്ടികളെ കാര്യമൊക്കെ ഒന്ന് ഉമ്മ നോക്കണട്ടോ എന്ന് പറയണം. അങ്ങനെ വന്നാൽ മക്കള് ചിലപ്പോ നമുക്ക് ഉപകാരപ്പെടും. കുട്ടികളെ തിരിച്ചെടുക്കാൻ വലിയ പണിയാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എന്തിനായിരിക്കുമല്ലോ നമ്മൾ ഈ മക്കളെ പ്രതീക്ഷിച്ച് ജീവിച്ചത്? എന്താ പറ്റിയത്? ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ ഓളും എൻ്റെ മക്കളും ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിച്ചു. അപ്പൊ ഞാൻ ഗൾഫിൽ പോയതും അധ്വാനിച്ചതും എൻ്റെ ഹൈടെക് ജീവിതവും അത് ഞങ്ങൾക്ക് മാത്രം, ബാക്കിയുള്ളതൊന്നും എൻ്റെ വിഷയമല്ല. ഉമ്മനോട് ബന്ധമല്ല, അപ്പനോട് ബന്ധമല്ല. എന്തൊരു വിഷമമുണ്ടാവും. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഇനി വിശ്രമ ജീവിതം നയിക്കുന്ന കാലത്ത് ഇവന്റെ ചെലവിൽ ജീവിക്കണം എന്നൊക്കെ കരുതി, ആശ്വാസത്തോടെ അവൻ പരിചരിക്കുന്നൊക്കെ കരുതി മക്കളെ പ്രതീക്ഷിച്ചു വരുന്ന സമയത്ത് മകൻ നമ്മളോട് ഒരർത്ഥത്തിലും ഒരു ബന്ധവുമില്ലാത്തവനായി മാറിയാൽ ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയം എന്തായിരിക്കും? നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ, നമ്മുടെ അസാന്നിധ്യത്തിൽ അവർ നന്മയിലൂടെ മുന്നോട്ട് പോവാൻ ജ്യേഷ്ഠനോട് ബന്ധമുണ്ടായേ പറ്റൂ, അനുജനോട് ബന്ധമുണ്ടായേ പറ്റൂ, എളാപ്പാനോടും മൂത്താപ്പാനോടും ബന്ധമുണ്ടായേ പറ്റൂ. എന്തിനധികം നമ്മുടെ പിതാവിനെയും നമ്മുടെ ഉമ്മയെയും വളരെയേറെ ഊഷ്മളമായി നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അവരെ ഏൽപ്പിക്കണം. അല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ചെറുപ്പക്കാരോടൊക്കെ മഗ്‌രിബിയുടെ മുമ്പ് വീട്ടിലെത്താൻ പറയണം. അതിനൊന്നും പറ്റൂലെങ്കിൽ നമ്മൾ എന്തായി രക്ഷിതാവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? വാപ്പാവാൻ വലിയ പണിയൊന്നുമില്ല, രക്ഷിതാവാൻ കുറച്ച് പണിയാണ്. വത്സല്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി? കുട്ടികൾ ചോദിക്കണതൊക്കെ കൊടുക്കാന്നാണോ? വത്സം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നെഞ്ച് എന്നാണ് അർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചിനോട് ചേർത്ത് നിർത്തൽ എന്നാണ്. എങ്കിലേ പൾസ് അറിയൂ, എങ്കിലേ സ്മെല്ല് മാറിയിട്ടുണ്ടോ എന്നറിയൂ.